വീട്ടില് അമ്മയല്ലാണ്ട് വേറെ ആരില്ലേ? ഇല്ലടി മോളെ, അമ്മ പറഞ്ഞല്ലോ അനിയനും അവന്റെ ഭാര്യയും കൂടിയേ അവളെ വളകാപ്പിന് വേണ്ടി ഡ്രസ് അങ്ങനെ എടുക്കാൻ പോയതാ. കുറച്ച് ഇങ്ങ് എത്താൻ മതിയാവുന്നേ. അവൻ എന്നോട് ഇന്നലെ പോകുന്നു പറഞ്ഞായിരുന്നു. അത് ശരി. അല്ല, എന്റെ കൊച്ചെന്താ വന്നപ്പോ മുതലേ ഒരു മൂലയ്ക്ക് പോയി അടഞ്ഞിരിക്കുന്നേ? എന്ത് പറ്റി അവക്ക്? നീ വരുമ്പോ എന്തെങ്കിലും ചീത്ത പറഞ്ഞായിരുന്നോ? ആരെ? അവളെയോ? ഞാനോ? വല്ലാണ്ട് പറഞ്ഞു തന്നെ. ഞാനൊന്നു പറഞ്ഞാലേ ആ പെണ്ണുങ്ങോട്ട് 4 പറയും. എന്നിട്ടാ? അല്ലടി പെണ്ണെ, പിന്നെന്താ അവൾ മോന്ത കറുപ്പിച്ചിരിക്കുന്നേ? എന്ത് പറ്റി? എന്തെങ്കിലും വഴക്കുണ്ടായോ? ഓ, അതൊന്നും നോക്കണ്ടമ്മേ. അവക്ക് ഈ എൻഗേജ്മെന്റും ഈ കല്യാണ ചെറുക്കനൊന്നും വേണ്ട അത്രേ. അതാ ഇങ്ങനെ മോന്ത കറുപ്പിച്ച് നിക്കുന്നേ. വേണ്ടെന്നാ? അല്ല, അതെന്ത് പറ്റി? കല്യാണത്തിന് അവൾ സമ്മതിച്ചിട്ടല്ലേ കല്യാണം നടത്തുന്നേ? ആരെ സമ്മതിക്കാൻ? അവളോ? അവളെ സമ്മതത്തോടു കൂടി തന്നെ നടത്തുന്നേ. ഞങ്ങൾ ഇഷ്ടപ്രകാരം നടത്തുക. അവള് ഏതാണ്ടോ ചെന്നൈയിൽ പണിയെടുക്കുന്ന ചെക്കനെങ്ങാനും സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് ഇനി മുന്നേ കുറെ പ്രശ്നം ഉണ്ടായില്ലേ? ആ ചെറുക്കനെ തന്നെ കെട്ടണമെന്ന് അവക്ക് വാശി. എന്തായാലും ഞാനും മൂപ്പരും അതിന് സമ്മതിക്കത്തില്ലെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ വേറൊരു വഴിയില്ലാണ്ട് ഇതിന് സമ്മതം മൂളി തന്നേ. എന്തോന്നടി നിങ്ങനെ പിടിവാശി പിടിച്ചിട്ട് എന്തുവാ കാര്യം? ആ കൊച്ചിന് ആ മോൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവര് വീട്ടിൽ പോയി അങ്ങ് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? ഓ എന്റെ അമ്മേ, അമ്മ പറയണ പോലെയല്ല. ആ ചെറുക്കന്റെ വീടെന്ന് പറഞ്ഞാലേ 5 പൈസക്ക് കൊള്ളാത്ത വീടാ. അവിടുന്ന് ഇനി എന്റെ മോളും കൂടെ കെട്ടിച്ചു കൊടുത്തിട്ടെ എന്തിനാ വെറുതെ പെടാപ്പാട് പെടുത്തുന്നേ? ഇപ്പൊ അവക്ക് അതൊക്കെ രസമായിട്ട് തോന്നും. പിന്നീട് അനുഭവിക്കുമ്പോ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാ ആ ബന്ധം വേണ്ടെന്ന് വെച്ചേ. ഓ, അവര് നമുക്ക് ഈക്വൽ അല്ലെന്ന് കരുതി എന്തിനാ ഒഴിവാക്കുന്നേ? അവർക്ക് എന്തായാലും സ്വത്തും കാര്യങ്ങളില്ലെങ്കിലും നമുക്കുണ്ടല്ലോ. നമുക്ക് മോൾക്ക് എല്ലാം കൊടുത്തങ്ങ് പറഞ്ഞേച്ചാ പോരെ. എന്നാ പിന്നെ നമ്മൾ ഈക്വൽ അല്ലെങ്കിലും അവരും അവളെ പൊന്നെ പോലെ നോക്കാനുള്ള ഇതിലാവൂലേ? അതുകൊണ്ടാടി പറയുന്നേ, ഒന്നിന് കൂടുതൽ ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താ പോരായിരുന്നോ? ഓ എന്റെ അമ്മേ, ഇനി ഒരു തീരുമാനം എടുക്കാനില്ല. ഞങ്ങളായിട്ടല്ല തീരുമാനം എടുത്തതാ. ഇനി അമ്മയായിട്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണ്ടിരുന്ന മാത്രം മതി. അവള് മോന്ത കടുപ്പിച്ചെന്ന് കരുതിയേ അമ്മ അത് മൈൻഡ് വെക്കാൻ പോകണ്ട. അമ്മ അങ്ങനെ മൈൻഡ് വെച്ചില്ലാന്നുണ്ടെങ്കിൽ താനെ ശരിയായിക്കോളും. ഞങ്ങളും അവിടെ ഇങ്ങനെയൊക്കെ തന്നെ അവളോട് പെരുമാറാറ്. എന്തായാലും ഇതൊക്കെ ചെയ്യുന്നത് അവള് നല്ലേനല്ലേ? കുറച്ച് കഴിയുമ്പോ അവക്കെന്നെ മനസ്സിലായിക്കോളും. പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളെ ഇഷ്ടം എന്തോന്ന് വെച്ചാ കാട്ട്. പറ ശിവു. ഞാനോ? ഞാനതേ പണിസ്ഥലത്തുണ്ട്. അല്ല, മക്കളെവിടെയുള്ളേ? വീട്ടിലാണോ? അല്ല ശിവു, നേരെ ഒരുപാടായില്ലേ? ഇനി എന്താ വീട്ടിൽ പോവാത്തെ? ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടാണെങ്കിൽ ബസ് ഒന്നും പോലും കിട്ടിയില്ല. ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ നോക്കി, ഒരു ഓട്ടോറിക്ഷ ഇല്ല അച്ഛാ. ഇനിയിപ്പോ എങ്ങനെയാ വീട്ടിലൊക്കെ വരാന്ന് വെച്ചിട്ടാ. അച്ഛനെങ്കിലും അടുത്തുണ്ടെങ്കിൽ പിക്കപ്പ് ചെയ്യാൻ വരുന്ന വിചാരിച്ച് വിളിച്ചതാ. ആശോ, അച്ഛനാണെങ്കിൽ വർക്ക്ഷോപ്പിലാണ് മക്കളെ. ഒരു കാർ റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. പാർട്ടിയാണെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാ. അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ എങ്ങനെങ്കിലും വന്നേനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, മക്കളൊന്ന് ആദ്യേട്ടനെ വിളിച്ചു നോക്കിയേ. ആദി നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അവൻ ചിലപ്പോ വരാൻ മതിയാവും. ശരി ശിവോ. പിന്നെ ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അച്ഛനെ തന്നെ വിളിച്ചാൽ മതി. അച്ഛൻ മുതലാളിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടെ അങ്ങോട്ടേക്ക് എത്താൻ നോക്കിക്കോളാം. ശരി ശിവോ, എന്നാ നീ ഒന്ന് ആദ്യം വിളിച്ചു നോക്ക്. ഞാൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായേ. മര്യാദയ്ക്ക് ആ കാർത്തൂനെ കൂട്ടാൻ പോകുമ്പോ ഫോൺ സൈലന്റ് ആക്കി ഇട്ടാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പ്രശ്നം വരത്തില്ലായിരുന്നു. പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം വിധി, അല്ലാണ്ട് എന്ത് പറയാനാ? ഹേയ്, ഇപ്പൊ തന്നെ വേണ്ടടാ. നീ ഇപ്പോഴല്ലേ ഗെയിം കളിക്കാൻ വേണ്ടി കൊണ്ടായേ. കുറച്ച് കഴിഞ്ഞ് തന്നാ മതി. ചെല്ലേ, ഗെയിം കളിച്ചോ. ശിവാനിയോ? ഓക്കെ, താ. 5 minutes later. ഹേയ്, ഒന്നുമില്ല ശിവ. അത് പിന്നെ ശിവ. ഹേയ്, അതൊന്നല്ല ശിവ. അത് പിന്നെ കാർത്തു ഇന്ന് നാട്ടിൽ നിന്ന് വന്നില്ലായിരുന്നോ? ആ
ശിവ അതൊന്നല്ലെന്നേ. അതല്ലെന്നോ? പിന്നെന്താ? ഒന്ന് പറ ആദ്യേട്ടാ. അത് പിന്നെ കാർത്തു വന്നപ്പോ ഞാൻ അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയില്ലായിരുന്നോ? ആ അപ്പോ അവളെ പിക്കപ്പ് ചെയ്യുന്നതിന്റെ ഇടയില് നിന്റെ ഫോണിന്ന് സ്നേഹ എന്നെ വിളിച്ചായിരുന്നു. ഞാനാ ആദ്യേട്ടൻ പറഞ്ഞിട്ട് സ്നേഹനോട് വിളിക്കാൻ പറഞ്ഞേ. എന്തേ? അത് പിന്നെ അവള് വിളിച്ചപ്പോ ഫോൺ എടുത്തത് ഞാനല്ല, കാർത്തുവാ. ഓ, അയിനാണോ? ശിവ അത് മാത്രല്ല, കാർത്തു ഫോൺ എടുത്തിട്ട് സ്നേഹനോട് എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? അത് പിന്നെ അവള് ഞാൻ കെട്ടാൻ പോണ പെണ്ണാന്ന്. അയ്യോ, സ്നേഹനോടോ? അതെ ശിവ. അത് കേട്ട ഉടനെ സ്നേഹ ഫോണ് കട്ടാക്കി. ഒന്നും മിണ്ടിയതേ ഇല്ല. പിന്നീട് ഞാൻ 2 വട്ടം അങ്ങോട്ടേക്ക് വിളിച്ചായിരുന്നു. കട്ട് ചെയ്യാന്നല്ലാണ്ട് കോൾ എടുത്തത് തന്നെ ഇല്ല. അതാ എനിക്ക് എന്തോ പോലെ. അച്ചച്ചോ, ചേട്ടന് എന്ത് പണിയാ കാണിച്ചേ? ആദ്യം ചേട്ടന് ഫോൺ എടുത്താ പോരായിരുന്നോ? എന്തിനാ ആ കാർത്തിന്റെ കയ്യിൽ ഫോൺ കൊടുത്തേ? ഓ ഞാൻ കൊടുത്തൊന്നുമല്ലടി, അവളെന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചതാ. ചേടാ, അപ്പൊ വെറുതെ അല്ല സ്നേഹ അങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നല്ലേ? എന്താ ശിവ പറയുന്നേ? ആദ്യേട്ടാ സ്നേഹ ചേട്ടനോട് സംസാരിച്ചതിന് ശേഷം നല്ല മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ കരുതി ചേട്ടനും സ്നേഹം തമ്മില് ചെറിയ സൗന്ദര്യപ്പണക്കങ്ങാനും ഇരിക്കുന്നു. പക്ഷേ ഇതായിരുന്നല്ലേ കാര്യം. പക്ഷെ ഇതിനെപ്പറ്റി സ്നേഹനോട് കമാനലക്ഷ്യം പറഞ്ഞിട്ടില്ലല്ലോ. അതെന്തായിരിക്കും? ഷെടോ എല്ലാം ആ കാർത്തൂന് കാരണ. അവളോട് അപ്പളേ ഞാൻ ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞതാ. അവള് മോഞ്ഞോളും. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് സ്നേഹൻ സമാധാനപ്പെടുത്തുക? ഓ, ചേട്ടൻ ടെൻഷൻ ആവണ്ടെന്നേ. അതിനൊക്കെ എന്തെങ്കിലും വഴി കാണും. നമ്മങ്ങനെ വഴിന്ന് സംസാരിച്ചോണ്ടിരിക്കണ്ടേ. വാ വീട്ടിൽ പോവാ. വീട്ടിൽ പോയിട്ട് ഇരുന്ന് ആലോചിക്കാം. എന്തെങ്കിലും ഐഡിയ കിട്ടുമല്ലോ. അതും ശരിയാ. ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? വാ വീട്ടിൽ പോയിട്ട് ഇരുന്ന് ആലോചിക്കാം. എന്തെങ്കിലൊക്കെ ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഓ, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം ചേട്ടാ. ഡോണ്ട് വെറി. നീ ആടി പെങ്ങളെ, നീയാ എന്റെ ഒറ്റ ആശ്വാസം. താങ്ക് യു. എന്നാ പോവാ. വണ്ടിയിൽ കേറ്. ഇന്നത്തെ ദിവസം തന്നെ സ്പോയിലായി. എല്ലാം ആ വായാടിന്റെ കാരണ. അവൾ എന്ന് കണ്ടുമുട്ടിയോ അന്ന് തുടങ്ങിയതാ ഇറിറ്റേഷൻ. മേ കമിങ്. അമ്മേ. ഓ, എനിക്കൊന്നും വേണ്ട സിദ്ധു, അവിടെ ഇരിക്കേ. ഇന്ന ചായ നീ ചോദിച്ചില്ലായിരുന്നോ? താങ്ക്സ് അമ്മേ. അല്ല സിദ്ധു മോനെ, എന്താ ഒറ്റയ്ക്കിരിക്കുന്നേ? അങ്ങ് താഴ്ത്തു വരാൻ പാടില്ലായിരുന്നോ? ഹേയ് അത് പിന്നെ ഒന്നുമില്ല അമ്മേ, ചെറിയൊരു തലവേദന. അതാ കുറച്ചേരം ഒറ്റയ്ക്കിരിക്കണം തോന്നി, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നേ. അയ്യോ, എന്താ മക്കളെ പറയുന്നേ? തലവേദനയോ? അമ്മനൊരു വാക്ക് പറഞ്ഞോടായിരുന്നോ? നിക്ക്, അമ്മ പോയിട്ട് വിക്സ് എടുത്തു തരാം. ഹേയ് അതൊന്നും വേണ്ട അമ്മേ, ഇപ്പൊ കുഴപ്പമില്ല. ചായ കുടിച്ചാ ശരിയായിക്കോളും. ഉറപ്പല്ലേ മക്കളെ? അതോ അമ്മ വിക്സ് കൊണ്ടുവന്ന് മക്കൾക്ക് പുരട്ടി തരണോ? ഹേയ് അതൊന്നും വേണ്ട അമ്മേ, ചായ കുടിച്ച് ശരിയായിക്കോളും. അല്ല അമ്മയും സ്നേഹം കൂടി മാമന്റെ വീട്ടിലേക്ക് പോണത് കണ്ടല്ലോ, എന്തായി? അവരെ കണ്ടോ? ഹേയ് ഇല്ല സിദ്ധു, ഞങ്ങൾ അവിടെ പോയപ്പോ മാമനും മാമിയും കൂടിയേ മാമിന്റെ വളകാപ്പിന് വേണ്ടി ഡ്രസ് എടുക്കാൻ പോയതാണത്രേ. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റിയില്ല. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മനെ കണ്ട് ഡ്രസ്സൊക്കെ കൊടുത്തിങ്ങ് പോന്നു. ഇനിയിപ്പോ ഏതായാലും കല്യാണം അടുത്തല്ലോ. എന്തായാലും അവര് കല്യാണത്തിന് മുന്നേ തന്നെ ഇവിടെ എത്തുമല്ലോ, അപ്പൊ കാണാലോ. പിന്നെന്താ? അത് ശരിയാ. എന്തായാലും മാമനെ പ്രതീക്ഷിക്കണ്ട. മാമൻ പണി 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 തന്നെ വീണ് മരിക്കന്നെ. എന്തായാലും മാമിനെ അമ്മനെയും കൊണ്ടുവരാം. മാമിക്ക് ഹോസ്പിറ്റലിന് ഡേറ്റ് ഒക്കെ കൊടുത്തതാ. മാമിക്കാണെങ്കിൽ അമ്മന്റെ വീട്ടിലേക്കും പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ ആരില്ലല്ലോ, നമ്മൾ വേണ്ടേ നോക്കാൻ. അതുകൊണ്ട് വളകാപ്പ് കഴിഞ്ഞ കൈയോടെ മാമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓ അതിനെന്താ അമ്മേ, ധാരാളമായിട്ട് കൊണ്ടുവരേ. ഇവിടെ നിങ്ങൾ ഇത്ര പേരുണ്ടല്ലോ നോക്കാൻ. അല്ല സ്നേഹം എന്തേ? ഓ അവളവളെ റൂമിൽ കാണും. എന്താ അറിയില്ല, അവിടുന്ന് വന്നപ്പോ മുതലേ ആളാകെ മൂഡ് ഓഫാ. എത്ര ചോദിച്ചിട്ടും ഒന്നും പറയണില്ല. എന്താണോ എന്തോ. അയ്യോ അതെന്ത് പറ്റി? അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞായിരുന്നോ? ഓ, ഞാൻ എന്ത് പറയാനാടാ. അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും സങ്കടപ്പെടുന്ന ആളും. ഞാൻ ഒന്ന് പറഞ്ഞ നാലിങ്ങോട്ട് പറയുന്നല്ലാണ്ടേ അവള് സങ്കടമൊന്നും പെടത്തില്ല. ഇന്നെന്താന്നറിയത്തില്ല, ആ കൂടെ ഒരു മൂഡ് ഓഫാ. എന്ത് പറ്റിയോ എന്തോ. അമ്മേ ഇനിയൊരു പക്ഷേ അവക്ക് ഈ കല്യാണത്തില് എന്തെങ്കിലും താല്പര്യക്കുറവ് കാണുമോ? ഓ, കണ്ടെങ്കിലേ കാണക്കായി പോയി. അല്ലാണ്ട് എന്താ പറയാ, അവള് തല കുതിര എന്നിട്ട് കാര്യമില്ല. ആ ചെറുക്കൻ എന്തായാലും അവൾക്ക് കെട്ടിച്ചേക്കാൻ പോണില്ല. വെറുതെ കിടന്ന് മോങ്ങി അവൾ ആരോഗ്യം ഇല്ലാണ്ടാക്കാന്നല്ലാണ്ട് വേറൊരു കാര്യമില്ല. അച്ഛൻ എന്തായാലും ഉറച്ച തീരുമാനം എടുത്തതാ. ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അല്ല അമ്മേ അത് പിന്നെ. സിദ്ധു, നിനക്ക് തലവേദനയാന്നല്ലേ പറഞ്ഞേ? ഈ ചായ കുടിച്ചിട്ടെ കുറച്ചേരം കിടന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലാ. ആരോട് പറയാൻ, ആര് കേക്കാൻ? പാവ സ്നേഹ. എനിക്ക് ഈ ലവ് എന്ന് കേൾക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കും. ലവേഴ്സിനെ കണ്ടു കഴിഞ്ഞാ എന്താന്നറിയാത്തൊരു ദേഷ്യം വരും. പക്ഷേ സ്നേഹന്റെ കാര്യത്തില് എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റണില്ല. അവളെ കാണുമ്പം സങ്കടം തോന്നുക. എനിക്ക് എങ്ങനെങ്കിലും ആ ചെറുക്കനായിട്ട് സ്നേഹനെ ചേർത്ത് വെക്കാനാ തോന്നുന്നേ. പക്ഷേ അച്ഛനും അമ്മയും അതിനൊരിക്കലും സമ്മതിക്കത്തില്ല. പാവം ഇതിന്റെ ഇടയിൽ കിടന്ന് സ്നേഹയാ പെടാപ്പാട് പെടുന്നേ. ഇതൊക്കെ എപ്പോഴാണ് അച്ഛനും അമ്മയും മനസ്സിലാക്കുക?
അവൾ ഇഷ്ടപ്പെടാത്ത ഒരാളെ കൂടെ അവൾ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും? ഇതൊന്നും ചിന്തിച്ചാ പോരെ അവർക്ക്.